ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സൺഡേ രാവിലെ തന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നു. അത് കഴിഞ്ഞ് ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ഒന്ന് ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പതിവായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ഷോപ്പിംഗ് മോളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൂടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി ദൂരമില്ല കേട്ടോ ഇതിനകത്തേക്ക് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് എവിടേക്ക് എത്തി, അങ്ങനെ ഷോപ്പിലെത്തി ഓരോരോ ഐറ്റം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് എടുക്കാൻ വന്നിരിക്കുന്നത് ബിസ്ക്കറ്റ്, സ്നാക്സ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ട എല്ലാ ഐറ്റംസ് ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റ്, പിന്നെ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന കേക്ക്, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ച് വെക്കണമെങ്കിൽ 5 ദിവസങ്ങളിൽ പരീക്ഷയൊക്കെ നടക്കണം. അപ്പോൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വിശക്കുമ്പോഴൊക്കെ ബിസ്ക്കറ്റൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു ചെറിയ സമാധാനം കിട്ടും. അപ്പം അങ്ങനെ ഞാൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കണം. പിന്നെ വീട്ടിൽ നിന്ന് ഞങ്ങളായാലും ഈവനിങ് ചായക്കൊക്കെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മിച്ചർ അങ്ങനത്തെ ഐറ്റംസ് കഴിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ തീർന്നിരിക്കുക. അപ്പോൾ അതാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മാഗി എടുക്കുന്നുണ്ട്. അതായാലും അഞ്ജുവിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിശപ്പ് തോന്നുമ്പോൾ ചെറിയ വിശപ്പിനൊക്കെ അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എന്നും അല്ല എങ്കിലും വല്ലപ്പോഴൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അതെടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ്. പിന്നെ ഇത്തിരി മസാല ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓർമ്മ വന്നതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നതെല്ലാം എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ സൈഡിലായിട്ട് ഡ്രസ്സെല്ലാം അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ ഈ ഒരു ഏരിയയിലേക്ക് അധികം വരാറില്ല ഈ ഷോപ്പിംഗ് മോളിൽ. പക്ഷേ ഇന്ന് വന്നപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് അവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കണ്ടു. അപ്പോൾ കാണാൻ നല്ല രസമുള്ളതുപോലെ തോന്നി. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് കിടക്കണം കേട്ടോ. അപ്പോൾ അവിടെ ആണുങ്ങൾക്കുള്ളതുണ്ട്, പെണ്ണുങ്ങൾക്കുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി നമുക്ക് പറ്റുന്ന കുർത്തിയും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസും അങ്ങനത്തെയൊക്കെ ആ ഒരു ഏരിയയിലേക്ക് നീങ്ങിയിട്ടോ. ഒന്ന് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാമെന്ന് വെച്ച് കാണാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. അപ്പോൾ നോക്കി വന്നപ്പോൾ എല്ലാം നല്ല രസമുള്ള ഒരുവിധം നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല വില കുറവുള്ളതുപോലെ തോന്നി. നമുക്ക് പറ്റുന്ന ഒരു മാർജിനിലുള്ള എന്നാൽ ഡെയിലി യൂസിനൊക്കെ പറ്റാവുന്ന രീതിയിലത്തെ ടോപ്പുകളും കുർത്തികളും ചുരിദാർ സെറ്റും ഒക്കെ കണ്ടു. അപ്പോൾ അതങ്ങനെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ അത് നോക്കി അവിടുന്ന് ഒരു 2-3 എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ അരി കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് അരി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അരി ഇങ്ങനെ ചാക്ക് പോലെ ഇങ്ങനെ പാക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു 10 കിലോൻ്റെ പാക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് ഉണ്ട്. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പനീർ ഐറ്റംസ്, അതുപോലെ തൈര്, അങ്ങനത്തെയൊക്കെ ഐറ്റംസ് വാങ്ങിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്കിപ്പോൾ ഇവിടെ തണുപ്പ് ഇങ്ങനെ മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാലൊക്കെ പൊളിച്ച് കിട്ടാൻ ടൈം എടുക്കും. അപ്പോൾ അതിലും വേറെ നമ്മൾ പാക്കറ്റ് പാല് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ കറി ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൈര് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പനീർ കൊടുത്തിട്ടുണ്ട്. പനീറൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ നല്ലതാണ്. അതൊക്കെ എടുത്തു. പിന്നെ ഞാനിതാ ഇവിടെ നിന്ന് എടുക്കുന്നത് നമ്മുടെ ഇഡ്ഡലി റൈസ് ആട്ടോ. ഇഡ്ഡലി റൈസ് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഇഡ്ഡലി റൈസ് കിട്ടും. നല്ല പ്യുവർ വൈറ്റും ആണ്, അതുപോലെ തന്നെ നല്ല ക്ലീനും ആണ്. നമ്മൾ ക്ലീൻ ആക്കേണ്ടതായിട്ടൊന്നുമില്ല അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് എടുക്കുന്ന പാക്കറ്റുകൾ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വിട്ടുപോയ പിന്നെയും കുറച്ചും കൂടെ ഗ്രോസറി ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മുടെ ചെറുപയർ, അതുപോലെ ഉഴുന്ന്, അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയ അങ്ങനെ പ്രത്യേകം ഐറ്റംസ് ഒന്നും ഇല്ല. എന്നാലും 2-3 കുർത്തി കണ്ടു. അപ്പോൾ അത് വാങ്ങിച്ചു, ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. ഡെയിലി യൂസിനൊക്കെ പറ്റിയ കുർത്തി. അപ്പോൾ അഞ്ജൂരിടാം അല്ലെങ്കിൽ എനിക്കിടാം. അങ്ങനത്തെ ഷോർട്ട് കുർത്തികളാൽ ഓവർ ലെങ്ത് ഇല്ലാത്ത ടൈപ്പ് ഇങ്ങനത്തെ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. കിച്ചൺ ഐറ്റംസ് വാങ്ങിക്കാൻ പോയത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇതേ പറഞ്ഞത് ഇതിൻ്റെ ഇങ്ങനെ 2 കൈമ ഇങ്ങനെ പ്രിൻ്റ് ഉണ്ട്. ആ പ്രിൻ്റ് തന്നെ അവിടെ താഴെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി, അങ്ങനെ എടുത്തു. പിന്നെ പറഞ്ഞെന്താ ഇങ്ങനെ 3 ടോപ്പുകൾ എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കിച്ചൺ ഐറ്റംസ്, നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒക്കെയാണ്. ഇത്രയ്ക്കൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ
ഇന്നത്തെ ഷോപ്പിംഗ്. ഇനി ഞങ്ങൾക്ക് നാളെ എങ്ങാനും വേണം പോയിട്ട് പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. പച്ചക്കറി എല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾ പോയത് 2 വീലർമയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ഒത്തിരി ഐറ്റംസ് പച്ചക്കറി എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ റൈസൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇന്ന് വാങ്ങിച്ച് പോകത്തുള്ളൂ. ബാക്കിയുള്ളത് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് പോയി വാങ്ങിക്കും. 2 किलो दीजिए. ഇത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ വന്നെടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് നെക്സ്റ്റ് ഡേയിൽ വന്നിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ആയിട്ട് തക്കാളിയൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഒന്ന് തക്കാളി വാങ്ങിക്കാമെന്ന് വെച്ചു. തക്കാളി 20 രൂപയാട്ടോ കിലോ. അപ്പോൾ വളരെ ചീപ്പായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾക്ക് 10 രൂപയ്ക്ക് കിട്ടിയായിരുന്നു. ഇപ്പോൾ 20 രൂപ. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും കുറച്ച് തക്കാളി വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി കാലം നമുക്ക് ഒരു കേടും കൂടാതെ യൂസ് ചെയ്യാം. തക്കാളിക്കൊക്കെ നല്ല വില കൂടുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റോർ ചെയ്ത് തക്കാളി എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. തക്കാളി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചതാ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ വെച്ചിട്ടോ ഇവർ ഇങ്ങനെ ഇവിടെ കച്ചവടമൊക്കെ നടത്തുന്നത്. ക്യാരറ്റ് 40 രൂപ കിലോ. നമുക്കിങ്ങനെ നല്ല ചുമന്ന ക്യാരറ്റ് കിട്ടും. വിൻ്റർ സീസൺ ആയിരുന്നു. നല്ല റെഡ് കളറിൽ. ക്യാബേജ് 20 രൂപ കിലോ. ബീൻസ് 60 രൂപ കിലോ. കോളിഫ്ലവറിൻ്റെ വില 30 രൂപ കിലോ. കായ ഉണ്ടോ? നല്ല ഫ്രഷ് കായ. ഇല മിക്സ് 50 രൂപ കിലോ കേട്ടോ. 50 രൂപ. പാലക്കിൻ്റെ ഇല അത് 20 രൂപ കിലോ. ഇവരിതാ ഇങ്ങനെ ഇവിടെ ടേബിളൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്താണ് പച്ചക്കറികളൊക്കെ വെക്കണം. ഇവിടെയൊക്കെ കണ്ടോ നല്ല ഫ്രഷ് പച്ചക്കറികൾ എത്തിക്കഴിഞ്ഞു. റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ നല്ല പച്ച മുന്തിരിയും പിന്നെന്താ കറുത്ത മുന്തിരി രണ്ടും ഉണ്ട്. ഇത് 40 രൂപ 1/4 കിലോ. ഇത് 30 രൂപ. പച്ച 30 രൂപ 1/4 കിലോ. ഇത് 40 രൂപ 1/4 കിലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഷോപ്പിങ്ങിനൊക്കെ പോയി വീണ്ടും ഒന്ന് 2ാം ദിവസം പോയത് കേട്ടോ പച്ചക്കറി കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി വാങ്ങിച്ച ഐറ്റംസ് എല്ലാം ഫ്രിഡ്ജിലൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കണം. നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരാഴ്ചയിലത്തേക്ക് പിന്നെ ഇനി നമുക്കിനി പച്ചക്കറികളെ പറ്റി അധികം ചിന്തിക്കേണ്ട. പിന്നെ നമുക്ക് നൊയമ്പ് തുടങ്ങിയതുകൊണ്ട് ഇനി പച്ചക്കറികൾ നമുക്ക് കൂടുതൽ വേണം താനും. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ഇനി തീർക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ ഒട്ടും തന്നെ മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കമൻസ് ഇടാൻ ഒട്ടും തന്നെ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജിയസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.